എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ആദ്യമേ എസ് ഐയെ കാണാനായിട്ടാണ് ശിവനും രാജീവിനോട് കയറി ചെല്ലുന്നത് ഇരിക്കാനൊക്കെ പറയുന്നു. നമ്മുടെ അലീനയോട് കാണിച്ച അത്രയും മുഷ്കൊന്നും ഇവരോട് കാണിക്കുന്നില്ല, ഇരിക്കാൻ പറയുന്നു. അന്നേരം പറയുന്നുണ്ട് ഇങ്ങനെ ഹരിയുടെ അച്ഛനാണെന്ന് ശിവൻ പറയും. അത് കഴിഞ്ഞ് കൂടെയുള്ള ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പം എൻ്റെ അനിയനാണ്, സിംഗപ്പൂരിൽ നിന്നാണ് വന്നത്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വന്നതാണ് എന്നൊക്കെ പറയുമ്പം എസ് ഐ പറയുന്നുണ്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ കുടുംബത്തുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അവിടെ പോയി കഷ്ടപ്പെടുന്നു, അവന്മാർ സുഖിക്കുന്നത് ഈ രീതിയിലാണെന്നേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. അത് കഴിയുമ്പം ശിവൻ ചോദിക്കുന്നുണ്ട് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന്. അന്നേരം എസ് ഐ പറയും രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പാടുള്ള കാര്യമാണ്, ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആ പെൺകുട്ടിക്ക് മാത്രമാണ്, മൊഴിമാറ്റി പറയണം. അതാണെങ്കിലും മൊഴിമാറ്റി പറഞ്ഞാലും പീഡിപ്പിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അതിനായ തെളിവുകളെല്ലാം ഉണ്ട്. ആ പെൺകുട്ടിയെ വൈദ്യപരിശോധന നടത്തിയതാണ്, ഫോറൻസിക് റിപ്പോർട്ടുണ്ട് പീഡനം നടന്നു എന്നുള്ളതിൻ്റെ. അതുപോലെ ആ വീട്ടിൽ നിന്നും കുറേ രേഖകളൊക്കെ കിട്ടിയായിരുന്നല്ലോ, അതുപോലെ അവരുടെ ബെഡ്ഷീറ്റ് സഹിതം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു അമ്മമാർ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. പിന്നെ ആ പെൺകുട്ടി മൊഴിമാറ്റി പറയുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതല്ല അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ഇടി കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട് ഇവിടുത്തെ ഇടിയൊക്കെ കഴിഞ്ഞു, ഇനി ഇടി കൊള്ളാൻ പോകുന്നത് സബ് ജയിലിൽ ചെല്ലുമ്പോഴാണ്, അങ്ങനെ കുറച്ച് കിട്ടട്ടെ എന്ന് ഇവന്മാർ പഠിക്കണം, ഇനി ഇവന്മാർ ജീവിതത്തിൽ മറക്കരുത് ഈ അടിയുടെ വേദന, അങ്ങനെയെങ്കിലും ഇവന്മാർ നന്നാവുകയാണെങ്കിൽ നന്നാകട്ടെ എന്ന് എസ് ഐ പറയുന്നുണ്ട്. കറക്റ്റ്, നല്ല ഒന്നാമത്തെ ഇടി കിട്ടി എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത അവസ്ഥയാണല്ലോ നാലെണ്ണത്തിന്. അത് കഴിയുമ്പം ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം എസ് ഐ പറയും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് CSR ആണ്, നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും പറഞ്ഞു നോക്ക്, എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ CSR പറയുമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യമേ എസ് ഐ ഇറങ്ങി പോകുന്നു, ഇവർ കൂടെ ചെല്ലുന്നു. എസ് ഐ പോയി പറയുന്നുണ്ട് ഇവരുടെ വിശേഷങ്ങളൊക്കെ സിയോട്. അത് കഴിഞ്ഞ് ചെല്ലാൻ പറയുക. അന്നേരം ചെല്ലാൻ വേണ്ടി പറയുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി നല്ല രീതിയിൽ ഡീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്തിരി കാശുകാരാന്ന് പറഞ്ഞപ്പോൾ എസ് ഐക്ക് ചെറിയൊരു ചാഞ്ചാട്ടം വന്നു. പക്ഷേ CA അങ്ങനെയല്ല കേട്ടോ, അവരെ അകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പം ഒന്ന് ഇരിക്കാൻ പോലും പറയുന്നൊന്നുമില്ല. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഒരു എൽഡർ ബ്രദർ മേജർ ആണല്ലേ പട്ടാളത്തിലെന്ന് ചോദിക്കും. അന്നേരം അതേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മോനെ ഹരിയെ, അവനെ ഉണ്ടല്ലോ നിങ്ങൾ ശരിക്കും ചെറുപ്പം തൊട്ട് കടുക്കാവെള്ളം കൊടുത്ത് അവനെ വളർത്തണമായിരുന്നു, അവൻ്റെ ഹോബി തന്നെ റേപ്പാണ് എന്ന് പറയുമ്പം അവനൊരു കയ്യബദ്ധം പറ്റിയതാണ് എന്ന് ശിവൻ പറയും. അന്നേരം CA ചോദിക്കുന്നുണ്ട് അവന് കയ്യബദ്ധം പറ്റിയതോ, അവൻ ഇതിനു മുമ്പ് ബാലേന്ദ്രൻ്റെ വീട്ടിലുള്ള ആ വേലക്കാരിയെ ഇതേ കാര്യത്തിന് പ്രേരിപ്പിച്ചതല്ലായിരുന്നോ, അവൻ ട്രൈ ചെയ്ത് നോക്കിയതല്ലായിരുന്നോ, അന്ന് ആ പെൺകുട്ടി തലനാരിയിലേക്കല്ലേ രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കും. അന്നേരം അവർക്കൊന്നും പറയാനില്ല. അന്നേരം നിങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ലേ. അന്നേരം CA പറയുന്നുണ്ട് അതെങ്ങനെയാണ്, ഞങ്ങളതങ്ങ് കാശ് കൊടുത്തങ്ങ് ഒതുക്കിയില്ലേ, പിന്നെ എങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം CA പറയുന്നുണ്ട് അങ്ങനെ കാശ് കൊടുത്ത് ഒതുക്കിയാലും അവന്മാർ വന്ന് പെടേണ്ടടുത്ത് തന്നെയല്ലേ പെട്ടത്, ഇനി ഇതിന്ന് അവന്മാർ രക്ഷപ്പെടില്ല എന്ന് പറയുന്നു. അന്നേരം ശിവൻ ചോദിക്കും അവർ രണ്ട് ചെറുപ്പക്കാരല്ലേ, അവരുടെ ഭാവി തൊലഞ്ഞു പോകും, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം CA പറയുന്നുണ്ട് പ്രത്യേകിച്ച് രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങളൊന്നും ഞാൻ കാണുന്നില്ല, പിന്നെ ആ പെൺകുട്ടി മൊഴി മാറ്റി പറയണം, അതാണ് ഒരു മാർഗ്ഗമുള്ളത്. പക്ഷെ മൊഴി മാറ്റി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നീ തെളിവുകളെല്ലാം അവന്മാർക്കെതിരെ കയ്യിലുണ്ട്. പിന്നെ ഏതായാലും ഒരു 30 ദിവസം അവരെ റിമാൻഡ് ചെയ്യും, സബ് ജയിലിലേക്ക് പോകും. അതിനുശേഷം ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടും, അപ്പോഴും കേസ് നടക്കും, ശിക്ഷ ഏതായാലും കിട്ടും. നല്ല വക്കീലാണെങ്കിൽ ചിലപ്പം ശിക്ഷയിൽ കുറച്ച് ഇളവുണ്ടാകും, അതല്ലാതെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഇവിടുന്ന് യാതൊരു സഹായവും കിട്ടിയല്ല എന്ന് പറയുന്നു. വേറെ നിവൃത്തിയില്ല എന്ന് അവന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അന്നേരം ശിവനും രാജുവിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കുട്ടികളെ ഒന്ന് കാണാൻ പറ്റുമെന്ന്. അന്നേരം കാണാൻ പറ്റും, ഇഷ്ടംപോലെ കണ്ടു, കാരണം ആ പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ, ഇനി അവന്മാരെ ചിലപ്പം 10-30 ദിവസം കാണാൻ പറ്റിയെന്ന് വരില്ല, കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ട് പോയി കണ്ടോ, കണ്ണിറിച്ച് കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത്. ഏതായാലും ഇതിനിടയ്ക്ക് ശിവൻ പറയുന്നുണ്ട് മക്കളായി പോയില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ശിക്ഷിക്കാനല്ലേ പറ്റുള്ളൂ, കൊല്ലാനൊന്നും പറ്റില്ലല്ലോ എന്ന് ശിവൻ പറയുമ്പം CA പറയുന്നുണ്ട് അത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നേരായ ഉപദേശവും ശിക്ഷണവും അവന് കിട്ടിയിട്ടില്ല, കിട്ടിയിരുന്നു എങ്കിൽ ഞങ്ങൾക്കിന്ന് ഈ പോലീസിനും കോടതിക്കും ഒന്നും ഇപ്പം ഇതുപോലെ ശിക്ഷിക്കേണ്ടി വരില്ലായിരുന്നു, ഇവന്മാരുടെ പുറകെ ഇങ്ങനെ നടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആകെ നാണം കെട്ടാണ് അവിടുന്ന് അവരങ്ങ് ഇറങ്ങുന്നത്. അന്നേരം രാജീവൻ പറയുന്നുണ്ട് നമ്മുടെ ഒരു ഗതികേടല്ലേ എന്ന് ശിവനോട്.
അങ്ങനെ അവർ രോഹിത്തും ഹരിയൊക്കെ കിടക്കുന്ന ആ ലോക്കപ്പിൻ്റെ അങ്ങോട്ട് വരുവാണ്. വന്നു കഴിയുമ്പോൾ തളർന്നിരിക്കുമല്ലോ ഇവർ. അന്നേരം എസ് ഐ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട്, ഞങ്ങൾ പല രീതിയിലുള്ള ക്രിമിനൽസിനെ കാണാറുണ്ട്, അവരുമായിട്ട് ഇടപഴകാറുണ്ട്. അതിലേറ്റവും മ്ലേച്ഛവും ക്രൂരവുമായിട്ടുള്ളത് ഇതുപോലെ ബലാത്സംഗം ചെയ്തവരുടെ മുഖമാണ്. ഇവന്മാരൊന്നും യാതൊരു രീതിയിലുള്ള ഒരു കരുണയും അർഹിക്കുന്നില്ല, യാതൊരു രീതിയിലുള്ള മര്യാദയും ഇവന്മാർ അർഹിക്കുന്നില്ല. ഇവർക്ക് കിട്ടേണ്ടത് നല്ല രീതിയിൽ ഇനിയും കിട്ടും എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഏതായാലും വന്ന സ്ഥിതിക്ക് മക്കളെ നല്ല രീതിയിൽ കണ്ടോ എന്ന്. എസ് ഐക്കും എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ്, ഇവരുടെ ഭയങ്കര ദേഷ്യമാണ്. ഇത് കാണുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് ശിവനും രാജീവനും ഒക്കെ. ഏതായാലും ഇവരെ കണ്ടുകൊണ്ട് തറയിൽ ഇരിക്കുമായിരുന്നു. ഒരുവിധം ആ ഗ്രില്ലെ പിടിച്ചും എഴുന്നേൽക്കുന്നുണ്ട്. തന്നെ എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ അവസ്ഥയാണ്, എന്തൊക്കെയാണ് നീയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ മൊത്തം സമാധാനവും അഭിമാനവും എല്ലാം നീയൊക്കെ കൊണ്ട് തൊലച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, എന്തൊക്കെ കാണിച്ചു വെച്ചാലും നിന്നെ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കേസ് നടത്തും, ജാമ്യത്തിനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. രാജീവൻ പറയുന്നുണ്ട്, ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല, ഒരു 30 ദിവസം ഏതായാലും സബ് ജയിലിൽ പോയി കിടക്കണം, അത് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുമോ എന്ന് ആലോചിക്കാം എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് താഴോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. അന്നേരം രാജീവൻ ചോദിക്കുക, എന്തിനാണ് താഴോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, മുഖത്ത് നോക്കടാ എന്ന് പറയും. എന്നിട്ട് രോഹിത്തിനോടും പറയുന്നുണ്ട്, നിന്നോടും മുഖത്ത് നോക്കി സംസാരിക്കാനാണ് പറഞ്ഞത്, ഇപ്പോൾ എന്തേ മുഖത്ത് നോക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ അച്ഛനും അമ്മയും കിടപ്പുണ്ടല്ലോ അങ്ങ് ഹോസ്പിറ്റലിൽ, അവരെയും കൂടെ പോയി കാണാം, നാണം കെട്ട് കിടക്കുവാണ്, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെ, അതുങ്ങളെയും കൂടെ ഒന്ന് പോയി കണ്ടേക്കാം, ജനിപ്പിച്ചു പോയില്ലേ, വേറെ നിവൃത്തിയില്ലല്ലോ, ഏതായാലും കോടതി കൊണ്ടുവന്ന സമയം എന്തെങ്കിലും വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങ് പോകുന്നു. ആകെ വിഷമം വന്നിട്ട് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല രോഹിത്ത് അവരുടെ. ഹരിക്ക് പിന്നെയും ഇടയ്ക്ക് മറ്റേ ആ കള്ളലക്ഷണത്തോടെയുള്ള നോട്ടമുണ്ടല്ലോ അതുണ്ട്. ഏതായാലും അവിടുന്ന് പോരുന്ന അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവിടെ വന്ന് വൈജയന്തിയെ കാണാനായിട്ട് കയറുവാണ്. അന്നേരം വൈജയന്തി ഇവർ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അവർ കയറി വരുന്നത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് വൈജയന്തി ഒറ്റ കരച്ചില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാ ശിവേട്ട, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്, ഓർത്തിട്ട് വിഷമമാവുകയാണ് എന്നൊക്കെ പറയുമ്പം രാജീവൻ പറയുന്നുണ്ട്, ഇതെല്ലാവരും പറയുന്നതൊക്കെ തന്നെയാണ്, ചെയ്ത തെറ്റിൻ്റെ ഫലം തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് രാജീവേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ 2 കാല് ഒടിഞ്ഞ് ഇവിടെ കിടക്കാനുള്ള കാരണം നിൻ്റെ കയ്യിലിരിപ്പില്ലേ, അതുപോലെ രോഹിത് ഇപ്പം ജയിലിൽ കയറാൻ പോകുന്നതും അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ, അങ്ങനെയുള്ള കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് എല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നു. അന്നേരത്തെ വൈജയന്തിയുടെ മറുപടിയാണ്, ഒരെണ്ണം കരണം തീർത്തങ്ങ് കൊടുക്കാൻ തോന്നും, കമലയുടെ അപ്പുറത്താട്ടോ, ഇങ്ങനെ പറയുക, പിള്ളേരൊരു കുസൃതി കാണിച്ചതല്ലേ, അതിന് ഇങ്ങനെയൊക്കെ വരുമെന്ന് അവർ വിചാരിച്ചു കാണുമോ, അങ്ങനെയൊന്നും അവർ ചിന്തിച്ചു കാണിയല്ല എന്ന് പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് രാജീവന്. രാജീവൻ ചോദിക്കുന്നുണ്ട്, ഇതാണോടി നിൻ്റെ മോൻ കാണിച്ച അല്ലെങ്കിൽ അവന്മാർ കാണിച്ച കുസൃതി, നീ 10-23 വർഷം മുമ്പ് ചെയ്ത കുസൃതിയും ഇതാണല്ലോ, അതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നല്ലോ, അതുകൊണ്ട് ഈ മാതിരി വർത്തമാനം പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ഇങ്ങിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ നീയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെ ഇതൊക്കെ വന്നത് എന്ന് പറയും. എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് അലീനയോട് ഇവന്മാരെന്താ ചെയ്തത്, അന്ന് നിനക്കൊക്കെ ഉപദേശിക്കാൻ മേലായിരുന്നോ, അന്ന് അവളുടെ കാര്യം കൊണ്ട് രണ്ടവന്മാരും രക്ഷപ്പെട്ടു, അവളെന്ന് പോലീസ് കേസ് കൊടുത്തായിരുന്നെങ്കിൽ രണ്ടും അകത്ത് കിടന്നേനെ. അന്നു തൊട്ട് അലീന നിൻ്റെ മകനെ ഉപദേശിക്കുന്നതാണ്, ഈ വഴി പോകരുത്, ചീത്ത കൂട്ടുകെട്ടിൽ പോയി പെടരുത്, അങ്ങനെ നീ പോയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ജയിലിൽ ചെന്ന് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവനെ പലതവണ ഉപദേശിച്ചു. ആ വാക്കുകൾ പോലും മനു പറഞ്ഞ് എൻ്റെ മനസ്സിൽ കിടക്കുവാണ് എന്നൊക്കെ രാജീവൻ പറയുമ്പം വൈജയന്തി അന്നേരം പറയുവാണേ, അവളുടെ കരുനാക്കല്ലേ ഇതൊക്കെ സംഭവിക്കും, സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരാണ്, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലിക്കും, കാരണം യാതൊരു തെറ്റും ചെയ്യാത്ത അവളെ നീ ദ്രോഹിച്ചത് കുറച്ചൊന്നും അല്ല, അതുകൊണ്ട് അവളോട് ചെയ്യുന്നതിൻ്റെ ഫലം ഏതായാലും നിനക്ക് തിരിച്ചു കിട്ടും, അത് ഈ രീതിയിലൊക്കെയാണ് എന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പം, ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താനായിരുന്നെങ്കിൽ 2 പേരോട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, എന്നാത്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തു, എത്ര പണം വേണമെങ്കിലും മുടക്കാമെന്ന്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, ഇനി പണം മുടക്കിയിട്ട് കാര്യമൊന്നുമില്ല, ആ പെൺകുട്ടി മൊഴി മാറ്റി പറയണം, അതൊക്കെ സംഭവിക്കുമോ എന്ന് ദൈവത്തിനറിയാം, പിന്നെ നീ അലീനയോട് പറയുവാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും നീ അവളോട് ആ രീതിയിലൊന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വരും. വൈജയന്തി പറയുവാണ്, ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് എൻ്റെ മകൻ രക്ഷപ്പെടേണ്ട, അവൻ അങ്ങ് ജയിലിൽ കിടന്നാൽ മതിയെന്ന്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, അവിടെ കിടന്നാൽ മതിയെന്നേ, ഇനിയിപ്പോൾ എന്താ പ്രശ്നം, അവന്മാരകത്ത് കിടക്കട്ടെ, നിൻ്റെ ഈ അഹങ്കാരം നീ ആദ്യം അങ്ങ് കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. രാജീവന് നല്ല ദേഷ്യം വരുന്നുണ്ട്.
ഇത്രയൊക്കെ പറഞ്ഞിട്ടും വൈജയന്തി പിന്നെ അലീനെ തന്നെ കേട്ടോ കുറ്റപ്പെടുത്തുന്നത്. എല്ലാ കാര്യവും എല്ലാം സംഭവിക്കാൻ കാരണം അവൾ ഒറ്റ ഇരുത്തിയാണ് അലീന എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ രണ്ടെണ്ണത്തിനെ കമലയിടത്തെയും നിന്നെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ, ഇതുവരെ ഈ ദൂഷിപ്പൊന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലോ എന്ന് പറയുന്നു. നേരം ദേഷ്യം വന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, എന്നോട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ടെന്ന് പറയുമ്പോൾ ഇനി നിനക്ക് കേൾക്കണ്ടേ, നീ കേൾക്കണ്ട, ഏതായാലും രണ്ടുപേരും ജയിലിൽ കിടക്കുക, അതുങ്ങളെ ഇറക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ബാലേന്ദ്രനെ കൂടെ കണ്ടിട്ട് പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അയാളെ കാണുന്നത്, അയാളെ കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നങ്ങ് സുഖിച്ച് കിടന്നാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട എന്നൊക്കെ പറയുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ രാജീവൻ തുറന്ന് പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ടും നിൻ്റെ മകനും ഹരിയും ചെയ്തത് തെറ്റാണ് എന്ന് നിൻ്റെ നാവുകൊണ്ട് നീ ആരോടെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ, അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നല്ലേ ഉള്ളൂ, അതൊക്കെ തന്നെയാണ് അവന്മാരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവരങ്ങ് ഇറങ്ങി പോകുന്നു. വൈജയന്തിക്ക് മാറ്റമൊന്നുമില്ല, അതിങ്ങനെ അവിടെ ദേഷ്യത്തോടെ തന്നെ കിടപ്പുണ്ട്. പിന്നീട് ഇവർ ബാലേന്ദ്രനെ കാണാൻ വരുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടല്ലേ വന്നതെന്ന്. അതേ എന്ന് പറയുമ്പോൾ എന്താ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ രക്ഷിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് ശിവൻ പറയും. അന്നേരം ബാലൻ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും രാഷ്ട്രീയക്കാരെ പരിചയമുണ്ടോ, സാധാ ആരും പോരാ, ഏകദേശം ഒരു മിനിസ്റ്റർ ലെവലുള്ള ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, കമലയുടെ ബന്ധത്തിലുള്ള ആരും ഉണ്ട്, പക്ഷേ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് റേപ്പ് കേസാണല്ലോ, അതുകൊണ്ട് ആരും കയറി ഇടപെടില്ല എന്ന് പറയുന്നു. അതുപോലെ പോലീസിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പം രാജീവൻ പറയുന്നുണ്ട്, പോലീസിലും അറിയാവുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ ആരും ഇടപെടില്ല ഇങ്ങനൊരു കേസ് ആയതുകൊണ്ടെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പരിചയമുള്ള ആരുമില്ല, പിന്നെ പരിചയം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ മാർഗ്ഗമൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്, പ്രത്യേകിച്ച് റേപ്പ് കേസ് ആയതുകൊണ്ട് എന്നിങ്ങനെ പറയുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ ബാല, നമ്മുടെ മക്കളല്ലേ എന്ന് ചോദിക്കുമ്പോൾ മക്കളാണ്, അവരെ നമ്മൾ എന്തിനാ പറഞ്ഞു വിട്ടത്, കോളേജിൽ പോയി പഠിക്കാനല്ലേ, അന്നേരം അവന്മാർക്ക് അത് പോരാ, സുഖിക്കണം, അങ്ങനെ ആകുമ്പം അവന്മാരങ്ങ് ജയിലിൽ പോയി കിടന്ന് പഠിക്കട്ടെ, അതേ നിവൃത്തിയുള്ളൂ, അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഇത്തിരി വിഷമത്തോടെ ആട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. പിന്നെയും അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, ഇനിയിപ്പോൾ മൊഴി മാറ്റുക എന്നുള്ള ഒരൊറ്റ കേസേ ഉള്ളൂ ആ പെൺകുട്ടി, പക്ഷെ മൊഴി മാറ്റിയാലും ഇവർക്കെതിരെയുള്ള പല തെളിവുകളും ഉണ്ട്, അതുകൊണ്ട് മൊഴി മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, ഈ സംഭവം നടന്ന സമയത്ത് ഇത്രയും സ്പ്രെഡായി ഇത്രയും പ്രശ്നമാകുന്നതിന് മുമ്പ് അവന്മാർ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി എന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഓടി നടന്ന് എന്തെങ്കിലും ചെയ്യായിരുന്നു, അതൊന്നും ചെയ്യാതെ അവന്മാർ പോയി സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങി എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, അത് തന്നെ ആ പെൺകുട്ടി എന്താ ചെയ്തത്, അവൾ എങ്ങോട്ടാണ് പോയതെന്ന് അവന്മാർ അന്വേഷിക്കണ്ടായിരുന്നോ, ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നറിയുന്ന സമയത്ത് നമ്മൾ അറിയുമായിരുന്നെങ്കിൽ ഒരു 19 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒതുക്കായിരുന്നു, 50 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുമ്പോൾ അവർ ചിലപ്പം സമ്മതിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട്. രാജീവ് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പോയി കിടന്ന് അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ സമയം ബാലേന്ദ്രൻ നല്ല വാലിഡായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, മക്കളെ വളർത്തണമെങ്കിൽ നല്ല അമ്മമാർ വളർത്തണം. കൊല്ലപ്പള്ളിയിലുണ്ട് ഒരെണ്ണം കമല എന്ന് പറയുന്ന ഒരു വൃക്ഷം, അതുപോലെ തന്നെ കടപ്പാട്ടൂരും ഉണ്ട് വൈജയന്തി എന്ന് പറയുന്ന ഒരു സാധനം, അതുങ്ങളല്ലേ മക്കളെ വളർത്തിയത്, അപ്പം അവർ വളർത്തിയ മക്കൾ എവിടെയാണോ ചെന്ന് നിൽക്കേണ്ടത് അവിടെ തന്നെ ചെന്ന് നിൽക്കുന്നത്, അതിൻ്റെ അകത്ത് കൂടുതൽ പറയാനൊന്നും ഇല്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പം ആകെ വിഷമത്തോടെ കേട്ട് നിൽക്കുവാണ് അവർ രണ്ടുപേരും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നാളത്തെ പ്രൊമോയാണ്. ആ പ്രൊമോയിൽ അവന്മാരെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങുവാണ് CAയും SAയും അവരെല്ലാവരുടെ, പുറത്ത് ആൾക്കാരും മീഡിയാസും ആകെ ബഹളമാണ്. അന്നേരം CA പറയുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചിലപ്പം അക്രമാസക്തരാകും, ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നു. എല്ലാവരും ഇറങ്ങിയതിന് ശേഷവും സെല്ലിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് രോഹിത്. അന്നേരം നിനക്ക് മാത്രം എന്താണ് സെല്ലിൽ നിന്ന് ഇറങ്ങാൻ ഇത്ര ബുദ്ധിമുട്ട് എന്ന് SI ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷമിച്ച് ഇറങ്ങി വരുന്നു രോഹിത്തൂടെ, കൈവേലങ്ങൊക്കെ ഇട്ട് ഇവർ പുറത്തേക്ക് ഇറക്കുന്നതേക്കും പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. അവരുടെ ഇടയ്ക്കൂടെ ഇവരെ ഒരുവിധം പോലീസ് വാനിലേക്ക് കയറ്റുവാണ് പോലീസ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശിവനും രാജീവനും കാര്യം മനസ്സിലായി. മനു പലതവണ പറഞ്ഞപ്പോൾ ഇവർക്ക് ഇല്ലായിരുന്നല്ലോ ആൾക്കാർ അക്രമാസക്തരാകും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം അത് ഈ ഒരു സീൻ കണ്ട് രണ്ടുപേരും കണ്ണും തള്ളി നിൽപ്പുണ്ട്. എന്നാൽ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.